കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഗ്രേപ്സിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് വളരെ ആക്റ്റീവായിട്ട് ഹോസ്പിറ്റലുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ അവിടുത്തെ HR മാനേജർ ചോദിച്ച ഒരു ചോദ്യം വളരെ ഷാർപ്പാണ്. കാരണം ആ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് എത്ര ആക്റ്റീവ് എംപ്ലോയീസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ എക്സാക്ട്ലി ആക്റ്റീവ് എംപ്ലോയീസിൻ്റെ എണ്ണം പറഞ്ഞു. എന്നിട്ട് മറ്റ് ഹോസ്പിറ്റലുകൾ എങ്ങനെയാണ് HR മാനേജർമാർക്ക് ഈ ഇൻഫർമേഷൻ ഇത്ര ഷാർപ്പായിട്ട് പറയാൻ കഴിയാറുണ്ടോ എന്ന്. സോ പലപ്പോഴും നമ്മുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ അവർ നോക്കിയിട്ട് പറയാം എന്ന് പറയുന്നതാണ്. കാരണം ഇൻ ബിറ്റ്വീൻ പലരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും, എക്സിറ്റ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ കൗണ്ട് കൃത്യമായി മൈൻഡിൽ നിൽക്കാൻ പ്രയാസമുണ്ട്. നമ്മുടെ MyHRM എന്ന് പറഞ്ഞ മൊബൈൽ എപ്പോഴും കയ്യിൽ കാണുമല്ലോ. സോ ആ മൊബൈൽ ആപ്പ് ഒന്ന് തുറന്നിട്ട് അത് HR മാനേജറാണെങ്കിൽ HR മാനേജറുടെ ഡാഷ്ബോർഡിൽ ഏറ്റവും ടോപ്പിൽ തന്നെ ആക്റ്റീവ് എംപ്ലോയീസിൻ്റെ കൗണ്ട് കാണാൻ പറ്റും. സോ അവിടെ അവർക്ക് വളരെ ഷാർപ്പായിട്ട് അത് ഇൻഫോം ചെയ്യാൻ പറ്റും. ഒരു കാര്യം ഓർക്കണേ, റെസിഗ്നേഷനൊക്കെ കൃത്യമായി മാർക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഇൻഫർമേഷൻസ് കൃത്യമായി മാർക്ക് ചെയ്യുക. ഇങ്ങനെ ചില ക്രൈറ്റീരിയസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഡ്യൂട്ടീസ് എല്ലാം നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കാണുന്ന ആക്റ്റീവ് എംപ്ലോയീസിൻ്റെ കൗണ്ട് വളരെ കൃത്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസ് പലപ്പോഴും ലീവ് റിക്വസ്റ്റ് ഇടുന്നുണ്ടാവും. ഈ ലീവ് റിക്വസ്റ്റ് ഞാൻ ഓഫീസിൽ വരട്ടെ, കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് അപ്രൂവ് ചെയ്യാം എന്ന് പറഞ്ഞ് അവരെ കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. HR മാനേജർക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻചാർജസ് അപ്രൂവ് ചെയ്തതിന് ശേഷം HR മാനേജറുടെ ഫൈനൽ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാ ലീവ് റിക്വസ്റ്റുകളും മൊബൈലിൽ തന്നെ കാണാൻ പറ്റും. MyHRM എന്ന് പറഞ്ഞ നമ്മുടെ മൊബൈൽ ആപ്പിൽ. ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് അപ്രൂവലോ റിജക്റ്റിങ്ങോ ഒക്കെ ചെയ്യാൻ റീസൺ ഉൾപ്പെടെ അവിടെ റീഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അനേകം ഫീച്ചേഴ്സ് അവിടെ ഉണ്ട്. നമുക്ക് പുറകെ 1 by 1 ആയിട്ട് കാണാം.